യാത്രയിൽ വൊമിറ്റ് ചെയ്യുന്നത് പലർക്കും ഒരു പേടി സ്വപ്നമാണ്. മോഷൻ സിക്നസ് എന്നാണ് ഈ അവസ്ഥയെ പറയുക. ഈ പ്രശ്നം കാരണം പലരും ദൂരയാത്രകൾ മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിൽ കണ്ണു, ചെവി, പേശികൾ, സന്ധികൾ എന്നീ അവയവങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂസ്ഡ് റിയാക്ഷൻ ആണ് മോഷൻ സിക്നസ്. കാർ, ബസ്, ബോട്ട്, കപ്പൽ, വിമാനം, അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലെ റൈഡുകൾ എന്നിവയിൽ ഇരിക്കുമ്പോഴെല്ലാം മോഷൻ സിക്നസ് കടന്നു വരാം. സാധാരണയായി സ്ത്രീകളിലും കുട്ടികളിലുമാണ് ഈ ബുദ്ധിമുട്ട് കാണാറ്. തുടർച്ചയായ യാത്രയിൽ അസ്വസ്ഥമായി തുടങ്ങുന്ന ബുദ്ധിമുട്ട് വയറിരിച്ചൽ, ഓക്കാനം, ദേഹാസ്വാസ്ഥ്യം, തലകറക്കം, പൊളിച്ചുതികട്ടൽ, ശ്വാസമുട്ടൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഛർദിയായി പരിണമിക്കാം. ഗർഭിണികൾ, 12 വയസ്സ് വരെയുള്ള കുട്ടികൾ, പെൺകുട്ടികളിൽ ആർത്തവമുള്ള സമയം, ചെവിയുടെ രോഗങ്ങളുള്ളവർ, പാർക്കിൻസൺ രോഗികൾ എന്നിവരിൽ യാത്രയിലെ ഛർദി കൂടുതലാണ്. ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാം. തുടരെ ശ്വാസമെടുക്കുന്നതിൽ തുടങ്ങി തലവേദന വന്ന് തണുത്ത് വിയർത്ത് ഛർദിയിൽ അവസാനിക്കാറാണ് പതിവ്. പക്ഷേ എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും ഒന്നും വരണമെന്നില്ല. ഇത്തരം ബുദ്ധിമുട്ടുള്ളവരിൽ അധികം പരിശോധനകൾ ഡോക്ടർമാർ ആവശ്യപ്പെടാറില്ല. ചെറിയ തോതിൽ മയക്കം വരുത്തുന്ന ആൻറ്റി ഹിസ്റ്റമിനുകൾ, സ്കോപോലാമൈൻ, സ്കിൻ പാച്ചുകൾ എന്നിവയാണ് മരുന്നുകളായി ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. പലർക്കും യാത്രയ്ക്ക് ശേഷം പ്രശ്നങ്ങൾ കാണപ്പെടില്ല. എങ്കിലും തുടർച്ചയായ ഛർദി രക്തസമ്മർദ്ദം കുറയ്ക്കാനും നിർജ്ജലീകരണം ഉണ്ടാകാനും കാരണമാകാറുണ്ട്. യാത്രയിലെ ഛർദി കുറയ്ക്കാൻ ചില കുറുക്ക് വഴികൾ പരീക്ഷിക്കാം. യാത്രയ്ക്ക് മുൻപ് മിതമായ ആഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. വയർ നിറയെ കഴിക്കാതിരിക്കുക. എണ്ണമയമുള്ള വറുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക. യാത്രയ്ക്ക് മുൻപ് പുകവലി, മദ്യപാനം എന്നിവ പാടില്ല. ഛർദിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ മുഖത്തേക്ക് വായു ലഭിക്കാൻ AC വെന്റ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് താഴ്ത്തി അതിന് സമീപം ഇരിക്കുക. വാഹനം ഓടുമ്പോൾ ഫോൺ, പുസ്തകം, ലാപ്ടോപ്പ് എന്നിവ ഉപയോഗിക്കാതിരിക്കുക. കാറിൻ്റെ മുൻ സീറ്റിൽ ഇരിക്കുക അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അധികം കുലുക്കമില്ലാത്ത സ്ഥലത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. ബസ്സിൽ ജനലരികെയുള്ള സീറ്റിലിരിക്കാം. വാഹനം ഓടിക്കുമ്പോൾ ചാരി കണ്ണുകൾ അടച്ച് ഇരിക്കുന്നത് ഛർദി തടയും. മുന്നോട്ട് പോകുന്ന വണ്ടിയുടെ അതേ ദിശയിലുള്ള സീറ്റിൽ തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. എതിർ ദിശയിലുള്ളതോ വശങ്ങളിലുള്ളതോ ആയ സീറ്റുകളിൽ ഇരിക്കുന്നത് ഒഴിവാക്കുക. പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ദൂരെ ചക്രവാളത്തിലേക്കോ ആകാശത്തിലേക്കോ നോക്കുക. നുണഞ്ഞിറക്കുന്ന തരത്തിലുള്ള മിഠായികൾ കൂടെ കരുതുക. പുതിനയുടെയും മറ്റും രുചിയുള്ളത് വളരെ നല്ലതാണ്. ഗന്ധമുള്ള ഔഷധങ്ങൾ, തുളസി, ഗ്രാമ്പൂ, നാരങ്ങ എന്നിവ മണക്കാൻ ഉപയോഗിക്കുക. സീറ്റിൽ നിവർന്ന് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. വളവുകളിലും കയറ്റങ്ങളിലും വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അസ്വാസ്ഥ്യം തോന്നിയാൽ വാഹനം വേഗത കുറയ്ക്കുക, നിർത്താനും ആവശ്യപ്പെടുക. തല പുറത്തേക്ക് ഇടാതിരിക്കുക. ഇടയ്ക്ക് നിർത്തി മുഖം കഴുകി പുറത്തേക്കിറങ്ങി കാറ്റുകൊണ്ട് വിശ്രമിച്ച് യാത്ര തുടരുക. യാത്രയ്ക്കിടെ ഛർദിയെക്കുറിച്ചുള്ള സംസാരവും ചർച്ചകളും ഒഴിവാക്കുക. ഹെയർ പിൻ വളവുകൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വാഹനത്തിനുള്ളിൽ കിടക്കാതിരിക്കുക. കഴിവതും ഇരുന്ന് തന്നെ യാത്ര ചെയ്യുക. വാഹനത്തിനുള്ളിൽ ഛർദിച്ചാൽ ആ ഛർദി നീക്കം ചെയ്ത് വാഹനം വൃത്തിയാക്കിയതിനു ശേഷം യാത്ര തുടരുക. ഛർദിയുടെ ഗന്ധം ഏൽക്കുന്നത് വീണ്ടും ഛർദിക്കാനുള്ള ഇട വരുത്തും.